പഠനവും പ്രയോഗവും മാത്രമല്ല, കൈമാറ്റവും ചേർന്നാണ് ഇസ്ലാമിക ജ്ഞാനശാസ്ത്ര സങ്കല്പത്തിന് നിർവചനമെഴുതുന്നത്. ഈ ജ്ഞാനശാസ്ത്രത്തിൻ്റെ പ്രധാന സവിശേഷതയായി കണക്കാക്കപ്പെടുന്നത് അറിവിന് ദിവ്യതയുമായുള്ള അഭേദ്യ ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ കാതലാണ് ആദരവ്, അദബ്. റിസാല അപ്ഡേറ്റ് അൽവാരിസ് സിനാൻ റാഫി എഴുതുന്നു, അദബ്, അറിവ്, രണ്ട് ജ്ഞാനശാസ്ത്ര രൂപങ്ങൾ. ജ്ഞാനമാണല്ലോ മതത്തിൻ്റെ ജീവൻ. ഇസ്ലാമിൽ വിജ്ഞാനത്തിന് ഇൽമ് എന്നാണ് സാങ്കേതിക വ്യവഹാരം. അറിവ് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. ഇൽമ് നേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്ന തിരുവചനത്തിലെ വിജ്ഞാനം എന്ന പ്രയോഗം സാധ്യമായ എല്ലാ അറിവിലേക്കും ബാധകമാകുന്നതാണെന്ന് ഭാഷാ പണ്ഡിതർ വ്യക്തമാക്കുന്നുണ്ട്. സകല വിജ്ഞാനങ്ങളുടെയും സമ്പാദനത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നർത്ഥം. വിജ്ഞാനത്തെ സംബന്ധിച്ച പഠനമാണ് ജ്ഞാനശാസ്ത്രം, എപ്പിസ്റ്റമോളജി. ഇസ്ലാമിലെ ജ്ഞാനശാസ്ത്രം ബുദ്ധിപരമായി മാത്രമല്ല, ആത്മീയമായും പ്രാധാന്യമുള്ള ഒരു പഠന ശാഖയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആത്മീയത, ഭൗതികതയെ ഒരുപോലെ ഉണർത്തുന്ന മേഖല കൂടിയാണ്. ഇസ്ലാം ജ്ഞാനത്തെ വെറും ഭൗതിക കാഴ്ചപ്പാടായി കാണുന്നില്ല. അറിവിന് ഗുരുത്വതലവും ധാർമ്മിക തലവുമുണ്ട്. അതിനാൽ തന്നെ ഇസ്ലാമിക വിജ്ഞാന രീതിശാസ്ത്രം അറിവിൻ്റെ ദൈവിക ഉത്ഭവവും അതിൻ്റെ വ്യക്തിഗത സാമൂഹിക പ്രത്യാഘാതങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാമും ജ്ഞാനരീതിശാസ്ത്രവും തെളിവുകൾ കൊണ്ട് നീതീകരിക്കപ്പെടാവുന്ന വിശ്വാസങ്ങളാണ് അറിവ് എന്നാണ് ദെക്കാർത്തിയിൽ തുടങ്ങുന്ന ആധുനിക വിജ്ഞാനശാസ്ത്രം അറിവിനെ നിർവചിച്ചത്. തൻ്റെ ബോധ്യത്തിന് പുറത്തുള്ളതും തെളിവിനാൽ സമർത്ഥിക്കപ്പെടാത്തതും അറിവായി ഗണിക്കാൻ പറ്റില്ലെന്നാണ് ദെക്കാർത്ത വിശ്വസിച്ചിരുന്നത്. ബ്രിട്ടീഷ് ദാർശനികനായ ബർട്രൻ റസലിൻ്റെ വരവോടെയാണ് ജ്ഞാനശാസ്ത്രത്തിലെ സങ്കല്പങ്ങൾക്ക് വികാസമുണ്ടാവുന്നത്. യുക്തിക്ക് നിരക്കാത്ത വിശ്വാസങ്ങളെ അറിവായി ഗണിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് റസലും വിശ്വസിച്ചിരുന്നത്. ഇതനുസരിച്ച് പഞ്ചേന്ദ്രിയങ്ങൾക്കതീതമായ അറിവുകളെ, പ്രത്യേകിച്ച് മതവിശ്വാസങ്ങളെ, ആധുനിക ജ്ഞാനശാസ്ത്ര സങ്കല്പങ്ങൾക്ക് പുറത്തു നിർത്തി. അറിവിൻ്റെ വിശാല സാധ്യതയാണ് ഇവിടെ നിരാകരിക്കപ്പെടുന്നത്. മാത്രമല്ല, ആധുനിക ജ്ഞാനശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അറിവ് ആപേക്ഷികവുമാണ്, റിലേറ്റീവാണ്. ഒരേ കാര്യം ഒരാൾക്ക് അറിവും മറ്റൊരാൾക്ക് അറിവില്ലാതെയുമാകുന്നു. കാലഗതിക്കനുസരിച്ച് ഈ വിജ്ഞാന ശാഖയിലുണ്ടായ മാറ്റം പരമ്പരാഗത അറിവുകളെ മാറ്റി പ്രതിഷ്ഠിക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്തു. എന്നാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുതിയ അറിവുകൾ അംഗീകരിക്കപ്പെടാതിരിക്കുകയും പരമ്പരാഗതമായവയെ തന്നെ സ്വീകാര്യയോഗ്യമായി ഗണിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. അറിവുൽപാദനത്തിലെ ഈ സ്വാഭാവിക പ്രതിഭാസത്തെപ്പറ്റി റസൽ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ അംഗീകരിക്കപ്പെടുകയും ദുർബലമാക്കപ്പെടുകയും ചെയ്യുന്ന അറിവുകളെ അടയാളപ്പെടുത്താൻ പ്രത്യേക സംവിധാനങ്ങൾ ആധുനിക ജ്ഞാനശാസ്ത്രത്തിന് ഇന്നും അന്യമാണ്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന അറിവിൻ്റെ സ്വഭാവത്തെ അടയാളപ്പെടുത്തുന്ന റാജിഹ് പ്രബലം, മർജൂഹ് അപ്രബലം, ആമ് വ്യാപകാർത്ഥമുള്ളത്, ആസ് പ്രത്യേകാർത്ഥമുള്ളത്, ലാഹിർ വ്യക്തമായത് എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങളുടെ ഉപകാരവും പ്രാധാന്യവും ഇവിടെയാണ് വ്യക്തമാകുന്നത്. ഈ ജ്ഞാനശാസ്ത്ര രീതി ഇസ്ലാമിൽ പ്രചാരം നേടുകയും രചനകളിലെല്ലാം വ്യാപകമായി ഉപയോഗിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ജ്ഞാനശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷതയായി കണക്കാക്കപ്പെടുന്നത് അറിവിന് ദിവ്യത, ഡിവിനിറ്റിയുമായുള്ള അഭേദ്യ ബന്ധമാണ്. ആ ബന്ധത്തിലെ ഏറ്റവും കാതലായ ഭാഗമാണ് ആദരവ്, അദബ്. അറിവിനേക്കാളും സ്ഥാനം അദബിനാണ്.
അറിവിനാൽ ശ്രേഷ്ഠരായ മലക്കുകളുടെ ഗുരുവായിരുന്ന ഇബ്ലീസ് പിഴച്ചതും ശപിക്കപ്പെട്ടതും അനുസരണയില്ലായ്മയിൽ നിന്നാണെന്ന വസ്തുതയിൽ നിന്നും അറിവിനേക്കാൾ അദബിനുള്ള ശ്രേഷ്ഠതയെ മനസ്സിലാക്കാം. അദബില്ലായ്മയാണ് മുസ്ലിം നാഗരികതയുടെ പരാജയത്തിൻ്റെ നിദാനമെന്ന പ്രമുഖ പണ്ഡിതൻ സയ്യിദ് നഖീബുൽ അത്താസിൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഇഹപര ലോകത്തിലുണ്ടാകാൻ പോകുന്ന നേട്ടം, അറിവിനോട് അപമര്യാദയായി പെരുമാറിയാലുണ്ടാകുന്ന വിപത്ത്, അറിവ് നുകരുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നിങ്ങനെയുള്ള ഇസ്ലാമിലെ ജ്ഞാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ ആ ദിവ്യബന്ധത്തിൻ്റെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെട്ടതാണ്. അറിവ് സ്വായത്തമാക്കുന്നതിനനുസരിച്ച് വിനയവും വർദ്ധിക്കണമെന്നും സ്വഭാവശുദ്ധിയുണ്ടാകണമെന്നുമാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. എനിക്കറിയില്ല എന്ന് സമ്മതിക്കൽ പോലും വിജ്ഞാനമാണെന്നും വിജ്ഞാനത്തിൻ്റെ പാതിയാണെന്നുമെല്ലാം ഹദീസിലും പണ്ഡിതമൊഴികളിലും കാണാവുന്നതാണ്. പ്രശസ്ത കർമ്മശാസ്ത്ര പണ്ഡിതനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തൻ്റെ വന്യഗുരു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലായിരിക്കെ വിവിധ വിഷയങ്ങളിലായി 48 കാര്യങ്ങളെപ്പറ്റി ചോദ്യങ്ങൾ വന്നു. അതിൽ 32 എണ്ണത്തിനും എനിക്കറിയില്ല എന്നായിരുന്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി. ഒരു മദ്ഹബിൻ്റെ പണ്ഡിതനായ ഇമാം മാലിക്കിൽ നിന്നാണ് ഈ വാക്കുകൾ എന്നത് അറിവിൻ്റെ കാര്യത്തിലുള്ള വിനയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതാണ്. അറിവ് കൊണ്ട് അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിക്കുന്നവർക്ക് ഈ അറിവില്ലായ്മ സമ്മതിക്കാനാവൂ എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെ ഉദ്ധരിച്ച് പറഞ്ഞത്. അറിവ് നുകരുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും ചില മര്യാദകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അറിവ് നുകരുന്നതിലെ ഒരു പ്രധാന മര്യാദയാണ് തസ്ഹീഹുൻ നിയ്യ, ഉദ്ദേശശുദ്ധി വരുത്തൽ. ദൈവപ്രീതിക്കല്ലാതെ ഞാൻ അറിവ് നുകരാൻ ശ്രമിച്ചു, എന്നാൽ ദൈവപ്രീതിക്കല്ലാതെ ഭവിക്കാൻ ആ അറിവ് വിസമ്മതിക്കുകയും ചെയ്തു എന്നാണ് തൻ്റെ പഠനത്തിൻ്റെ ആദ്യകാല ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ആത്മകഥയായ അൽ മുൻകദിൽ പറഞ്ഞത്. ജ്ഞാനസമ്പാദനം ഒരു ആരാധനയാണ്. ഉദ്ദേശ്യങ്ങൾ, നെയ്യത്ത് ആരാധനയുടെ അടിവേരുകളാണെന്നുമാണ് തിരുവചനം. അതിനാൽ ഉദ്ദേശ്യത്തിൻ്റെ ബലമനുസരിച്ചായിരിക്കും ആരാധനകളുടെ സ്വീകാര്യത. ഇസ്ലാമിലെ ജ്ഞാനം, പ്രഭവം, പ്രയോഗം, കൈമാറ്റം. ഇസ്ലാമിൽ തിരിച്ചറിവിനെ അനിവാര്യമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ജ്ഞാനം. ഇവിടെ അറിവിൻ്റെ പരിധികൾ നിർണയിക്കാതിരിക്കുകയല്ല ചെയ്തത്. പ്രഭവ കേന്ദ്രങ്ങൾക്കനുസരിച്ചുള്ള അറിവിൻ്റെ വൈവിധ്യമാർന്ന ഇനങ്ങളെ ഉൾപ്പെടുത്താനാണ് വിശാലമായ നിർവചനം നൽകിയത്. അറിവിൻ്റെ പ്രഭവ കേന്ദ്രങ്ങൾ അഥവാ അവ ഉത്ഭവിക്കുന്ന ആദ്യ മാധ്യമങ്ങളെപ്പറ്റി ഇമാം മസ്ഊദ് ബിൻ ഉമർ തഫ്താസാനി റളിയല്ലാഹു അൻഹു ശർഹുൽ അഖായിദയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അറിവിൻ്റെ മാധ്യമങ്ങൾ 3 എണ്ണമാണ്. ഒന്ന്, അന്യൂനമായ പഞ്ചേന്ദ്രിയങ്ങൾ, ദർശനം, സ്പർശനം, ശ്രവണം, രാസനം, ഘ്രാണം. 2, സത്യസന്ധമായ വാർത്ത. 3, ധിഷണ. മനുഷ്യന് അറിവ് ലഭിക്കുന്നത് ഈ 3 മാധ്യമങ്ങളിലൂടെയാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പക്ഷം. എന്നാൽ ആധുനിക ജ്ഞാനശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനമാധ്യമങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, യുക്ത്യാധിഷ്ഠിത രീതി, റാഷണലിസ്റ്റ് സ്കൂൾ. മറ്റൊന്ന്, അനുഭവമാത്ര രീതി, എംപീരിസിസ്റ്റ് സ്കൂൾ. ഒന്നാമത്തെ രീതിയുടെ അടിസ്ഥാനം ധിഷണയും രണ്ടാമത്തെ രീതിയുടെ അടിസ്ഥാനം ഇന്ദ്രിയാനുഭവങ്ങളുമാണ്. ഇവിടെ സത്യസന്ധമായ വാർത്തകൾ അഥവാ പരമ്പരാഗതമായ അറിവുകളായി ഗണിക്കപ്പെടുന്നില്ല.
ഇസ്ലാമിൽ സാമൂഹ്യ വിദ്യകളെക്കാൾ വ്യക്തിഗത വിദ്യകൾക്കാണ് മുൻതൂക്കം. സമൂഹത്തെ സംബന്ധിച്ച അറിവ് പഠിക്കുന്നതിൻ്റെ വിധി സാമൂഹ്യ ബാധ്യതയും ഫർള് കിഫായ, വ്യക്തിയെ ബാധിക്കുന്ന അറിവുകൾ നേടുന്നത് വ്യക്തിഗത ബാധ്യതയും ഫർള് ഐൻ ആണ്. വ്യക്തിഗത വിജ്ഞാനങ്ങളാണ് ആദ്യം പരിഗണിക്കേണ്ടത്. കാരണം ഒരു സമൂഹത്തിൽ ധാർമ്മികത കൈവരിക്കണമെങ്കിൽ ആദ്യം നന്നാകേണ്ടത് ഓരോ വ്യക്തിയുമാണ്. അതേസമയം സമൂഹത്തെ ബാധിക്കുന്ന വിദ്യകളിൽ പ്രാവീണ്യമുള്ളവർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു നാട് വിഷമിക്കേണ്ടി വന്നാൽ ആ നാട്ടുകാർ മൊത്തത്തിലും, അത് പഠിക്കാൻ സൗകര്യമുണ്ടായിട്ടും പഠിക്കാത്തവർ വിശേഷിച്ചും കുറ്റക്കാരാകും. ഒരു സമൂഹം വൈദ്യന്മാരുടെ അഭാവം നേരിടുന്നുണ്ടെങ്കിൽ അതിന് യോഗ്യരായവരെ കണ്ടെത്തി വിദ്യ അഭ്യസിപ്പിച്ച് വൈദ്യന്മാരാക്കേണ്ടത് ആ സമൂഹത്തിൻ്റെ ബാധ്യതയാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വിജ്ഞാന സമ്പാദനം പോലെ പ്രധാനമാണ് പ്രയോഗവും. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാത്തവൻ വേദം ചുമക്കുന്ന കഴുതയെ പോലെയാണെന്നാണ് ചൊല്ല്. താൻ ചുമക്കുന്ന അറിവുകളുടെ മൂല്യത്തെ അറിയാത്ത വിഡ്ഢികളുടെ കൂട്ടത്തിലായിരിക്കും അവൻ്റെ സ്ഥാനം. പഠനവും പ്രയോഗവും മാത്രമല്ല, കൈമാറ്റവും ചേർന്നാണ് ഇസ്ലാമിക ജ്ഞാനശാസ്ത്ര സങ്കല്പത്തിന് നിർവചനമെഴുതുന്നത്. നഖീബുൽ അത്താസ് ഇസ്ലാമിക വിദ്യാഭ്യാസ സംജ്ഞകളെ കുറിച്ചെഴുതിയ എംപെരിസിസ്റ്റ് സ്കൂൾ എന്ന ഗ്രന്ഥത്തിൽ ഇസ്ലാമിലെ ജ്ഞാനശാസ്ത്ര സങ്കല്പങ്ങളുടെ വ്യതിരിക്തതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇസ്ലാമിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം, കൈമാറപ്പെട്ട രീതി, സ്വീകർത്താവ് എന്നിവ 3 പ്രധാനപ്പെട്ടതാണ്. കൈമാറപ്പെടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വമനുസരിച്ച് ഇതിനോടുള്ള പെരുമാറ്റത്തിലും അന്തരങ്ങളുണ്ടാകും. എന്നാൽ അവസാനം പറഞ്ഞ 2 എണ്ണം അഥവാ അധ്യാപകനും വിദ്യാർത്ഥിയും ഉൾക്കൊള്ളുന്ന അധ്യാപനം എന്ന മഹത് പ്രക്രിയയിൽ 2 പേരും സതുദ്ദേശമുള്ളവരായിരിക്കണം. ശിഷ്യൻ ദുരുദ്ദേശിയാണെങ്കിൽ പോലും അവനെ പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ അറിവിൻ്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും പഠനം തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഗുരുവിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. എന്നാൽ പഠിതാക്കൾക്ക് വേണ്ടി വഖഫ് ചെയ്ത സമ്പത്ത് ദുരുദ്ദേശിയായ വിദ്യാർത്ഥിക്ക് നൽകാൻ അധ്യാപകന് സമ്മതമില്ലത്രേ. അതേസമയം വിദ്യാർത്ഥിയേക്കാൾ ഉദ്ദേശശുദ്ധി ഉണ്ടാകേണ്ടത് അധ്യാപകനാണെന്ന് പറഞ്ഞാൽ തെറ്റില്ലെന്നാണ് ഇമാം ഗസാലിയെ പോലുള്ള മഹാരഥന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഗുരുവിൻ്റെ ദുരുദ്ദേശ്യം മറ്റുള്ളവരിലേക്ക് കൂടി പകരാൻ സാധ്യതയുണ്ടല്ലോ. അത്തരത്തിലുള്ള ഗുരുക്കന്മാരെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കണോ എന്ന ചോദ്യത്തിന് മറുപടിയായി, അധർമ്മിയെക്കൊണ്ട് ജഗന്നിയന്താവ് ഈ മതത്തെ ശക്തിപ്പെടുത്തിയേക്കും എന്ന ഹദീസ് വചനത്തെ മുൻനിർത്തിക്കൊണ്ട് വേണ്ട എന്നാണ് പറയുന്നത്. ദുരുദ്ദേശിയായ ഗുരുവിൻ്റെ ദുരുദ്ദേശമറിയാൻ അവസരം ലഭിക്കാത്ത ചിലരെങ്കിലും രക്ഷപ്പെട്ടേക്കാം എന്ന സാധ്യതയാണ് ഈ സമീപനത്തിനു പിന്നിലെ യുക്തി. എന്നാൽ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ആ ഗുരുവിന് കഴിയുമെങ്കിലും സ്വയം രക്ഷപ്പെടാൻ സാധിക്കുകയുമില്ല.